ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അംസബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഗൈസ്, ഇതൊരു സ്റ്റോറി ഒരു ടൈപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വേറെ ആളെ സൗണ്ട് ആയിരിക്കാം. എൻ്റെ സൗണ്ടിൽ വരും, ഞാൻ ഇതിൽ വേറെ ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ലാ 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 ലാ. ഹലോ, എടാ, പിന്നെ എൻ്റെ വണ്ടി അവിടെ റെഡി ആയാ? എത്ര മണിക്ക് ഞാൻ പറഞ്ഞേ? ഇപ്പം തന്നെ വരട്ടെ? വന്നോ. അപ്പം എല്ലാം വണ്ടിയിൽ റെഡിയാക്കി വെക്കുക കേട്ടാ. ഞാൻ വരുന്നു. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നെ കൂട്ടാൻ. ആടാ, ഓക്കെ, നീ ഒന്ന് ഇങ്ങോട്ട് വെക്കോ. കിട്ടൊരു ബസ് പണിക്കുണ്ട്, അത് ആരെയാന്ന്. അപ്പൊ നമ്മളെ മറ്റേ ബസ് കഴുകാൻ കൊണ്ടുപോയിട്ടില്ലേ. അപ്പൊ നമുക്ക് അമ്മത്തിന്റെ വീട്ടിലേക്ക് പോവാം. അവൻ്റെ ഏതോ ബസ്സാണ് പഴയ. അയ്യേ, അവൻ്റെ ഏതോ പഴയ ബസ്സാണ്. നമുക്ക് അപ്പൊ അങ്ങോട്ടേക്ക് പോവാ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പോന്നെ അവിടെ എത്തുന്നതിന് മുന്നേ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോ, മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ അമ്മത്തിന്റെ വീട്ടിലേക്ക് പോവാം. അപ്പം നമുക്ക് വെറും പൊട്ടനാണേ. നമുക്ക് ഇപ്പൊ നേരെ അമ്മത്തിന്റെ വീട്ടിലേക്ക് എത്താം. അടുത്തെത്തി. ഇതിന്റെ അടുത്താണ് അമ്മത്തിന്റെ വീട്. അപ്പം നമ്മ നേരെ പോവേന്ന്. ഈ സ്ഥലം ഡേഞ്ചറസ് സ്ഥലാണ്. നമ്മ അധികം ഇങ്ങോട്ടേക്ക് വരലില്ല. എത്തി അമ്മ. അപ്പം ഇവിടുന്ന് ലെഫ്റ്റാണ്. ഇവിടെ തന്നെ കേട്ടാ. അപ്പൊ ആ പൊട്ടനാടെ നിൽക്കുന്നുണ്ട്. അവന്റെ പൊട്ട ബസ്സും ഓനും ആടെ നിൽക്കുന്നുണ്ട്. രണ്ടും കണക്കന്നെ. എന്ത് ചെയ്യാൻ, അവന്റെ അപ്പുറം പഠിച്ചോയില്ലേ. എടാ, വാ 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 ഓക്കെ വാ വാ വാ, വരട്ടെ വരട്ടെ ഓക്കെ വരട്ടെ വരട്ടെ വരട്ടെ. ഓക്കെ മതി 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 ഓക്കെ ഓക്കെ. മതി മതി. എന്നെ പഠിപ്പിക്കാനൊന്നും നിക്കണ്ടപ്പാ. ഓ, എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, നീ ഏതാ? എടാ, അപ്പൊ എന്തിന്റെ കൊറേ കാര്യമല്ല കണ്ടിട്ട്? ഈ പൊട്ടേരിൽ കണ്ടിട്ട് കൊറേ നാളായി. എന്നാടാ നീ ഇങ്ങനെ വെറുതെ പൊട്ടെന്നെല്ലാം വിളിക്കുന്നത്? അതല്ലേ തമാശല്ലേപ്പാ. അപ്പൊ എന്തിന്റെ? അപ്പൊ വണ്ടിയിൽ നീ കണ്ടില്ല നമ്മളെ? അല്ല, അന്നേ കണ്ടു വെച്ചു. അപ്പൊ വണ്ടിപ്പടിയില് എടാ, ഇപ്പൊ എന്താടാ പുതിയ നേമലും കറുപ്പ് കളറിലും എന്നാണ്. അപ്പൊ നിനക്ക് ഇത് മാറ്റണ്ടേ നിന്റെ വണ്ടിത്തെ? എപ്പം പറിക്കുന്ന? നാളെയാ? നാളെ നിനക്ക് സ്വന്തമായിട്ട് പ്രകാശിലുണ്ട്, നിനക്ക് അവിടുന്ന് പറിക്കാല്ലേ. നീ എന്റെ കളർ ഇപ്പൊ ബ്ലാക്ക് അല്ലേ? അപ്പൊ വാ, നമുക്ക് പോവാ. എടാ, ഞാൻ മറ്റേ കോളില് നിന്നെ അങ്ങോട്ട് കണക്ട് ചെയ്യേ. എടാ, കേക്കുന്നുണ്ടാ? ഭാവിയില് ചെലപ്പോ നേമലും മാറുമായിരിക്കുമല്ലേ. അപ്പൊ നമുക്ക് ഫുള്ള് പെയിന്റ് എല്ലാം അടിച്ച് സെറ്റ് ആക്കാം. ഓ, എന്റെ ഇപ്പൊ വണ്ടി അവിടെ കൊണ്ട് പേടിക്കട്ടെ. എന്റെ വണ്ടിക്ക് ചെറിയ സ്റ്റിയറിംഗിനെല്ലാം ഭയങ്കര പ്രശ്നമുണ്ട്. എന്താടാ, എന്റെ വണ്ടീനെ കുറച്ച് കുറ്റം പറഞ്ഞാക്ക് ദേഷ്യം പിടിക്കുവേ. അതിന് പിടിച്ചോടുപ്പാ, തമാശയല്ലേ. ഞാൻ 3-5-6 കൊല്ലായി എന്റെ ഈ വണ്ടിയും കൊണ്ട് ഞാൻ നടക്കുന്നു. ഇപ്പം പുതിയ വണ്ടിയിൽ ഞാൻ എടുത്തരപ്പാ. അത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്ന വണ്ടിയാണ്, മനസ്സിലായ? നമ്മ രണ്ടാളും പൈസ എടുത്തിട്ട് നമുക്കൊന്ന് മേടിക്കാൻ. എന്തിനീ? എനിക്ക് 2 ദിവസം ഉണ്ട്. നമുക്ക് വണ്ടീന്റെ അടുത്തേക്ക് പോവാ. ഞാൻ മുമ്പിലെത്തിയ. ഓക്കെ.
ഇവിടെ കുടുങ്ങിയെന്നാ തോന്നുന്നു. ആ കുടുങ്ങി പറഞ്ഞ പോലെ ആ ഒരു ഇടി പിടിച്ചു. ട്രെയിനും പോയി. തുറക്കുന്ന എന്റെ വിചാരം. ആ തുറന്നു വേഗം വിട്ടു. എടാ എന്താടാ നീ കൊടുത്തു? ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ ആടാ ട്രെയിൻ പോകുമ്പോ ഞാൻ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഞാൻ എടുക്കട്ടെ, ഞാൻ പോയിട്ടെ. ആ വിട്ടോ വിട്ടോ. എടാ നിനക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. ഞാൻ വിട്ടെ. ഞാൻ കൂള് കട്ട് ചെയ്യുന്ന ഇന്നമ്മ എത്താനായില്ലേ? ഓക്കെ ശരി, അടുത്തിട്ടോ. അപ്പൊ നമ്മളെ പ്രകാശത്ത് ഈ റൈറ്റിലാണ്. പ്രകാശം സൂപ്പർ അല്ലേ? അപ്പം എത്തിയിരിക്കുന്നു. എൻ്റെ ബസ് ഇവിടേക്കുണ്ട്. സർവീസ് സെന്റർ എത്തിയെന്ന എൻ്റെ തോന്നല്. അവർ കൊണ്ടുവരും. ഇനിയും കൊണ്ടുവരും കേട്ടോ ബസ്. അപ്പൊ നമ്മളെ ബസ്സെല്ലാം പാർക്ക് ചെയ്ത് തന്നെ നമുക്ക് ഇറങ്ങാം. മിത്തോർത്തു. എടാ ആ ബസ് ഇറക്കിയതാ? ആ നിന്റെ ബസ് എന്നാലും പുളി ബസ്സെല്ലാം സ്റ്റിക്കറെല്ലാം ചെയ്ത്. നാളെ അയക്കണ്ടല്ലേ, നാളെ പറിക്കണ്ടേ? എന്തിനീ പറിക്കുന്നപ്പ സെറ്റ് സ്റ്റിക്കർ കേട്ടാ. ഈ സ്റ്റിക്കർ എനിക്ക് എവിടുന്ന് കിട്ടിയത്? കോയമ്പത്തൂരിന്ന് മണിച്ചിട്ട് ഒട്ടിച്ചാണ്. ഓ സെറ്റ് ബസ് കേട്ടാ. എടാ ഇവിടെ അടുത്താണെങ്കിൽ ചായപ്പീടി ഉണ്ടാ? ചായ അപ്പുറത്ത് തന്നെ വീടുണ്ട്. എന്നാ നമുക്ക് അവിടെ പോയി ഒന്ന് കഴിച്ചാലോ? ചായയും വടയും കഴിക്കാ. എന്താ ഒരു ഫോട്ടോ എടുക്കട്ടാ? എനിക്ക് പയമ്പൂരി ഇഷ്ടം. നിക്കോ? എനക്കും വാ മണിക്കാ. നമുക്ക് ചായ കുടിക്കാൻ പോരാ. എന്നാലും ബസ് പൊളി കേട്ടാ. അതെല്ലാം വിട്ടേക്കാം, നമുക്ക് ചായ കുടിക്കാം. ഒരു ബസ് അങ്ങനത്തെ ആക്കിത്തരപ്പാ സ്റ്റിക്കർ മേടിച്ചിട്ട്. ഇന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓ പറഞ്ഞതേ ഇല്ല, മഴ പെയ്തു. എടാ ഒന്ന് ഓടി വാടാ. അതാ വന്നു ഞാൻ. നമുക്ക് ഡാൻസ് എടുക്കാൻ വേണ്ടി വാ. പനി പിടിക്കണ്ട, നിനക്ക് കൊറേ ജോലി. വണ്ടിയെല്ലാം വരണോ? ഇങ്ങോട്ട് വാ. ആ വന്നു. ചായന്റെ പൈസ ഞാൻ കൊടുക്കണില്ല. നീ ഒന്നും കൊടുക്കണ്ട, ഞാൻ തന്നെ കൊടുത്തോളൂ. ഞാൻ കേട്ടിന് കേട്ടാ. ഞാൻ കൊടുത്തോളുപ്പാ. ഞാൻ കൊടുത്തോളൂ. പോയെ ചായലും കുടിച്ചുവല്ലേ? നമുക്ക് ഇനി വണ്ടിയുടെ അടുത്തേക്ക് പോവാ. എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എടാ ഈ ഷോപ്പിന്റെ ബൈക്കിൽ എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ലോ, പോയി നോക്കണം. ഞാൻ അപ്പത്തേക്ക് നിന്റെ ഗാരേജിൽ എത്തിന്ന്. പുറത്ത് എന്റെ വണ്ടിയിൽ പേഴ്സ് എടുക്കാൻ വേണ്ടി പോയത്. പേഴ്സ് തിരിച്ചു വെക്കാൻ ഞാൻ അയച്ചു കൊടുത്തിന്. വാ നമുക്കിനി പ്രകാശ് കയറല്ല. പക്ഷെ നിന്റെ ഷോപ്പ് കയറല്ല. വാ എടാ ബസ് കൊണ്ടെന്നാ? കൊണ്ടുവന്നു. ആര്? എന്റെ ഫ്രണ്ട്. അതാ കറുപ്പൂട്ടനാടി ഉണ്ട്. നോക്കാല. എടാ ഒന്ന് സ്പീഡില് നടന്ന് വാടാ. വന്നു. നീ എന്നിങ്ങനെ ഒച്ച നടക്കുന്നു. സ്പീഡ് ബൂസ്റ്റർ ഇട്ടോണ്ടല്ലേ. സെറ്റാണല്ലേ? പിന്നെ അല്ല നമ്മളെ മോഡിഫിക്കേഷൻ നിങ്ങാവട്ടെ. വണ്ടി നോക്കാല. ഓ പൊളി തന്നെ. നീ എന്താ ഓടി നടക്കല? അപ്പൊ അവൻ വണ്ടി കയറുന്നുണ്ട്. എടാ ഞാൻ വണ്ടി കയറി. ഓ ഇന്റീരിയറിലെ മറ്റേ സെയിം തന്നെ. വണ്ടി സ്റ്റാർട്ടാകട്ടെ ഐശ്വര്യായിട്ട്. അപ്പൊ അവന്റെ വണ്ടീന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അവൻ ഐശ്വര്യായിട്ട് വണ്ടി ഓണാക്കി. നമ്മളൊരു എടാ ലൈറ്റ് അടിച്ചടാ. ഓക്കെ വീഡിയോ എടുക്കേ. വീഡിയോ എടുത്തുപ്പാ. എടുത്തു.
എങ്ങനെയുണ്ട് ലുക്ക്? ലുക്ക് വണ്ടീന്റെ സീനല്ലേനാ. അപ്പൊ വണ്ടി പുറത്തേക്ക് എടുത്താലോ? വാ എടുക്കാം. എടാ വഴി മാറടാ, ഞാൻ വണ്ടി എടുക്കട്ടെ. ആരാ മാറി എന്നെ മാറ് കുത്തിക്കൊല്ലുക. മാറ്. മാറ് മാറ്. അപ്പൊ നമുക്ക് വിട്ടാലോ? നമുക്ക് ഇങ്ങനെ കറങ്ങിട്ടെല്ലാം പോവാ. എന്റെ പെട്രോൾ പമ്പ് ഉണ്ട്, ആടെ പോയ നാട് നല്ല വീഡിയോ എടുക്കാൻ കഴിയും. എന്റെ ബാക്കില് വരൂലേ? വിട്ടോ വിട്ടോ. ആ പൊട്ടേത് മുന്നിൽ പോയി ഒരു വയ്യാടിയോമ്മ. നമുക്കെന്തായാലും പോയി നോക്കോണ്ടേ ബാക്കില്. എടാ ഞാൻ കേട്ടിന് കോള് കണക്റ്റ് ആന്ന് കേട്ടാ. അയ്യോ സോറി. ഇവിടെ പൊട്ടേക്കാം. നീ പോടെ പൊട്ടച്ചേക്കാ. നമ്മ 4ാം ക്ലാസ് മുതൽ നമ്മ ഒരുമിച്ചുണ്ടായതാ. അതൊന്നും വിട്ടേക്ക്. നാലാം ഇപ്പൊ എനിക്ക് വേറെ ചങ്ങായി ഉണ്ടെങ്കിലും ഓനെന്നെ ഇതുവരെയായിട്ട് പൊട്ടാൻ മണ്ടാന്നൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ എനക്കും ഉണ്ട്. അന്നെയും വിളിച്ചിട്ട് നിന്നൊരു വെറുതെ പറ്റിക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ 4ാം ക്ലാസ് മുതൽ നിന്റെ തോളത്ത് കൈയിട്ടിട്ടാ ഞാൻ നടക്കുന്നു, മനസ്സിലായ? സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു കാണിച്ചൂടെ? ഞാൻ എനിക്കൊരു ഓട്ടിട്ടേ. എത്രാം ക്ലാസ്സില്? 4ാം ക്ലാസ്സില്. 10ലും തോറ്റിട്ടേ. നീ 12ല് തോറ്റിട്ട് ഫെയിൽ ആയിട്ടല്ല ഇപ്പൊ നീ മറ്റേ ഈ പണിക്കെല്ലാം ഇറങ്ങി. അത് പോയ ഞാൻ കൂളായിട്ട് ചെയ്യുന്നു. പോയെ നമുക്കൊന്ന് കയ്യിൽ എന്നോട് സംസാരിക്കാം. ഒരു ഫോട്ടോ എടുത്തിട്ട് വിട്ടേ. ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോണം. എനിക്ക് മറ്റേ വണ്ടിക്ക് ട്രിപ്പ് ഉണ്ട്. എത്തി വാ. ഞാൻ വണ്ടിയുടെ പാർക്കായിട്ടുണ്ടേ. അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ വീഡിയോസ് എല്ലാം ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം, അത് മറക്കല്ലേ. ലൈക്ക് പിന്നെ സബ്സ്ക്രൈബ് അതിൽ ചെയ്യണം. നമ്മളെ ചെങ്ങയിൽ പറയുന്ന കേട്ടോ എല്ലാം ചെയ്യണം. അപ്പോൾ എല്ലാവരും മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ ഇടുന്ന നിങ്ങൾ ആടെ സബ്സ്ക്രൈബിന്റെ ആടെ ഒരു ബെല്ലൈക്കൻ്റെ ഒരു ചിഹ്നമുണ്ട്, അങ്ങനെ ഞെക്കി പൊട്ടിച്ചു. അതാകുമ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അറിയാത്തവർക്ക് പറഞ്ഞു തന്നെയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്. അപ്പം പറയും പോലെ നമ്മളെ ഫസ്റ്റ് ബസ് സിമുലേറ്ററിന്റെ വീഡിയോക്ക് നിങ്ങൾ 40K വ്യൂവേഴ്സ് നിങ്ങൾ ആക്കി തന്നിന്. അപ്പൊ അതിന് ബിഗ് താങ്ക്സ്. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്. ബൈ.